പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ അയ്യം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററിലെ ടിപ്പണി, പടുക്കഥ, രേപ്പട്ട്, പോസ്റ്റർ ഇതൊക്കെ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ മിഹിർ और മോർപാൽ के जीवन അനുഭവം के ആധാർ पर ടിപ്പണി ലിഖേം എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഹം ഏക് ഹേ പർ അലഗ്, അതിന് കൊടുത്ത സൈഡ് ഹെഡിങ് മിഹിർ സമ്പന്ന പരിവാർ കാ ലഡ്കാ ഥാ. മിഹിർ സമ്പന്ന പരിവാർ, ധനികനായ കുടുംബത്തിലെ കുട്ടിയായിരുന്നു മിഹിർ. ഫിർ ബി ഗരീബ് മോർപാൽ കോ വഹ് അപ്നാ ദിലി ദോസ്ത് മാൻതാ ഹെ. എന്നിട്ട് കൂടി അവൻ മോർപാലിനെ അവന്റെ സ്വന്തം ഏറ്റവും അടുത്ത ഫ്രണ്ട്, ഉറ്റ സുഹൃത്തായിട്ട് അംഗീകരിക്കുന്നു. ഉസ്കോ റോസ് സ്കൂൾ ജാന പസന്ത് നഹീ ഥാ. അവന് നിത്യവും സ്കൂളിൽ പോവുക എന്നത് ഇഷ്ടമായിരുന്നില്ല. ഉസ്കെ പാസ് അപ്നെ പസന്ത് കെ ബഹുത് സാരെ കപ്പടേ ഥേ. അവന്റെ കയ്യിൽ അവന് ഇഷ്ടപ്പെട്ട വളരെ അധികം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്കെ ലിയേ സ്കൂൾ യൂണിഫോം ബോഞ്ച് ഥി. അതുകൊണ്ട് തന്നെ അവന് സ്കൂൾ യൂണിഫോം ഒരു ഭാരമായിരുന്നു. സ്കൂൾ മേ ബിതായേ സമയക്കോ വഹ് ബുരാ മാൻതാ ഥാ. സ്കൂളിൽ ചിലവഴിക്കുന്ന സമയമെല്ലാം അവൻ ചീത്തയായിട്ട് അംഗീകരിച്ചിരുന്നു. അവൻ ആ സ്കൂളിൽ ചിലവഴിക്കുന്ന സമയം ഇഷ്ടമായിരുന്നില്ല. സ്കൂളിൽ പോവാനും സ്കൂളിൽ സമയം ചിലവഴിക്കാനും അവൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നർത്ഥം. എന്നാൽ നേരെ തിരിച്ചാണ് നമ്മുടെ മോർപാൽ. മോർപാൽ ഗരീബ് ലഡ്കാ ഥാ. മോർപാൽ ദരിദ്ര കുടുംബത്തിലെ കുട്ടിയായിരുന്നു. റോസ് 15 കിലോമീറ്റർ സൈക്കിൾ ചലാത്ത സ്കൂൾ ജാത്താ ഥാ. നിത്യവും 15 കിലോമീറ്റർ സൈക്കിളിലാണ് അവൻ സ്കൂളിലേക്ക് വന്നിരുന്നത്. എല്ലാ ദിവസവും 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ടാണ് അവൻ സ്കൂളിലേക്ക് വന്നിരുന്നത്. ഉസ്കോ അപ്നെ ഘർ മേ കടി മെഹനത്ത് കർനാ പഡ്താ ഥാ. അവന് സ്വന്തം വീട്ടില് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. കടി മെഹനത്ത്, കഠിനാധ്വാനം ചെയ്യുക. സിർഫ് സ്കൂൾ കെ സമയ ഹി വഹ് ബച്ച ബനാ രഹ് സക്താ ഥാ. കേവലം സ്കൂളിലിരിക്കുന്ന ആ സമയം മാത്രമാണ് അവനൊരു കുട്ടിയായിട്ട് തോന്നിയത്. അവനൊരു കുട്ടിയാണ് എന്ന് അവന് അംഗീകരിക്കപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് സ്കൂളിലിരിക്കുന്ന സമയമായിരുന്നു. ചുട്ടി കാ ദിൻ തോ ഉസ്കെ ലിയേ സബ്സെ ബുരാ ദിൻ ഥാ. അവധി ദിവസം അവന് ചീത്ത ദിവസമായിരുന്നു. ഏറ്റവും ചീത്തയായ ദിവസം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അവധി ദിവസമായിരുന്നു. ഉസ്കാ ഏകമാത്ര കമീസ് പാന്റ് കാ നയാ ജോഡ സ്കൂൾ യൂണിഫോം ഹി ഥാ. അവന് ഒരേ ഒരു നല്ല വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു ജോഡി സ്കൂൾ യൂണിഫോം ആയിരുന്നു. ഓക്കെ, അതായത് ഇത് മിഹിറിനെയും അതുപോലെ തന്നെ മോർപാലിനെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കലാം റൺവിജയ്ക്ക് തുലന, കലാമിനെയും റൺവിജയെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. കലാം ഗരീബ് ഘർക്കാൽ എടുക്കാത. കലാം ഗരീബ് ഘർക്കാൽ എടുക്കാത. ദരിദ്ര കുടുംബത്തിലുള്ള കുട്ടി ആരായിരുന്നു? കലാമായിരുന്നു. എന്നാൽ റൺവിജയോ? റൺവിജയ് രാജപരിവാർക്കാൽ എടുക്കാത. രാജകുടുംബത്തിലായിരുന്നു റൺവിജയ് ജനിച്ചത്. രാജകുടുംബത്തിലെ കുട്ടിയായിരുന്നു റൺവിജയ്. സ്കൂൾ ജാന സബ്സെ ബഡാ സപ്ന ഥാ. സ്കൂളിൽ പോവുക എന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നം. ആരുടെ? കലാമിന്റെ. എന്നാൽ റൺവിജയ്ക്കോ? സ്കൂൾ ജാന കഥയി പസന്ത് നഹീ കർത്താ ഥാ. സ്കൂളിൽ പോകാൻ ഒരിക്കലും അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല റൺവിജയ്ക്ക്. ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഥാ. കലാം ചായക്കടയിൽ ജോലി ചെയ്തിരുന്നു. നമ്മുടെ റൺവിജയോ? അംഗ്രേസി സ്കൂൾ കാ ഛാത്ര ഥാ. അതേസമയം റൺവിജയ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇനി നമുക്ക് മിഹിറിനെയും മോർപാലിനെയും താരതമ്യം ചെയ്യാം. മിഹിർ ചാച്ച് കംസോരി ഹെ. മിഹിറിന് ചാച്ച്, മോര് അവന്റെ ബലഹീനതയായിരുന്നു മിഹിറിന്. മിഹിറാണ് പണക്കാരനായിട്ടുള്ള കുട്ടി അല്ലെ. അവന് ചാച്ചായിരുന്നു ഇഷ്ടം, ചാച്ച് മോര്. മോർപാലോ?
മോർപാൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവനിഷ്ടം രാജ്മ ഘാസ് മാൻതാത. രാജ്മ വളരെയധികം പ്രധാന ഭക്ഷണമായിട്ട് അവൻ അംഗീകരിച്ചിരുന്നു. രാജ്മയ്ക്ക് അവൻ പ്രാധാന്യം നൽകിയിരുന്നു. സ്കൂൾ ജാന പസന്ത് നഹി കർത്ത. സ്കൂളിൽ പോവാൻ ഇഷ്ടമായിരുന്നില്ല മിഹിറിന്. മിഹിർ സ്കൂളിൽ പോവാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. മോർപാലോ ബിനാനാകാ സ്കൂൾ ആത്താത. എന്നാൽ മോർപാൽ ആബ്സെന്റ് ആവാതെ എല്ലാ ദിവസവും സ്കൂളിൽ വരുമായിരുന്നു. മോർപാൽ ആബ്സെന്റ് ആവാതെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുമായിരുന്നു. വളരെയധികം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരുന്നു നമ്മുടെ മോർപാൽ. പക്ഷേ അവൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. ദരിദ്ര കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവന് 8ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടതായിട്ട് വന്നു. ഏത് ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് മോർപാലിന് പഠനം നിർത്തേണ്ടതായിട്ട് വന്നു. അച്ഛനെ ഗേത് മസൂരിയാണ് കൃഷിപ്പണിയിൽ സഹായിക്കേണ്ടതായിട്ട് വന്നു മോർപാലിന്. 8 വരെ പഠിച്ചിട്ട് പിന്നീട് അവന്റെ ജീവിതം കൃഷിയിലേക്കായി എന്നാണ് മോർപാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യൂണിഫോം പഹന്ന ടാലാ കർത്താ ഹെ. യൂണിഫോം ധരിക്കുന്നതിൽ നിന്ന് അവൻ ഒഴിയാൻ ശ്രമിച്ചിരുന്നു. എപ്പോഴും അത് ഒഴിവാക്കുമായിരുന്നു യൂണിഫോം. മിഹിർ എപ്പോഴും യൂണിഫോം ഒഴിവാക്കും. അവന് ഇഷ്ടമല്ല. അവന്റെ കയ്യിൽ വളരെയധികം വിലപിടിച്ച വസ്ത്രങ്ങൾ അവന്റെ ഇഷ്ടത്തിന് അവന് ഇഷ്ടമുള്ള അങ്ങാടിയിൽ പോയിട്ട് വാങ്ങിയ അവന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ യൂണിഫോം ധരിക്കാൻ അവന് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ നമ്മുടെ മോർപാൽ ഷാദി മേ ബി യൂണിഫോം പഹൻത. വിവാഹത്തിന് പോലും അവൻ യൂണിഫോം ധരിച്ചിട്ടാണ് വരാറുള്ളത്. യൂണിഫോം ധരിച്ചിട്ടാണ് അവൻ വിവാഹങ്ങളിൽ പോലും പങ്കെടുത്തിരുന്നത്. മോർപാലാണ് അങ്ങനെ ചെയ്തിരുന്നത്. എന്താ കാരണം? മോർപാലിന് പുതിയ ഒരേ ഒരു ജോഡി വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്കൂൾ യൂണിഫോം ആയിരുന്നു. അതുകൊണ്ടാണ് അവൻ എല്ലാ സ്ഥലങ്ങളിലേക്ക് സ്കൂൾ യൂണിഫോം തന്നെ ധരിക്കുന്നത്. ചുട്ടി മിൽനെ പർ ഖുശ് ഹെ. അവധി ലഭിക്കുകയാണെങ്കിൽ ഹാപ്പി ആയിരുന്നു മിഹിർ. എന്താ ചെയ്യാ? അന്ന് സ്കൂളിന് അവധിയാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നൃത്തം ചെയ്യുമായിരുന്നു. അങ്ങനെ വീട്ടിൽ നൃത്തം ചെയ്യുന്ന ആളായിരുന്നു മിഹിർ. അവന് സ്കൂൾ ഇല്ലാത്തത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എന്നാൽ മോർപാലോ ചുട്ടി കാ ദിൻ ഹഫ്തേ കാ സബ്സേ ബുരാ ദിൻ മാൻതാ ഹെ. അവധി ദിവസം ആഴ്ചയിലെ ഏറ്റവും ചീത്ത ദിവസമായിട്ടാണ് അവൻ കരുതിയിരുന്നത്. ആഴ്ചയിലെ ഏറ്റവും ചീത്ത ദിവസം അവന് അവധി ദിവസമായിരുന്നു. ഇനി അടുത്ത നോക്കാം. പടുക്കഥ. അയം കലാം ഫിലിമി ലേഖ കെ പ്രസ്തുത അംശ കെ ആധാർ പർ പടുക്കഥ തയ്യാർ കരെ. പടുക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അയം കലാം ഫിലിമി ലേഖിലെ താഴെ തന്നിരിക്കുന്ന പ്രസ്തുത അംശ ഈ ഭാഗത്തു നിന്നും നിങ്ങളോട് പടുക്കഥ തയ്യാറാക്കാൻ. ഇവിടെ സംസാരം ബാധ്യതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പടുക്കഥ തയ്യാറാക്കാൻ വളരെയധികം സിമ്പിൾ ആയിരിക്കും. സന്ദർഭം എന്താണെന്ന് മാത്രം നിങ്ങൾ എഴുതി കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പൊ നോക്കാം. ദൃശ്യ 1. സ്ഥാൻ രൺവിജയ് കാ ഘർ. രൺവിജയുടെ വീട്ടിലാണ് സംഭവം നടക്കുന്നത്. സമയം സബേരെ 10 ബജെ. സ്ഥാൻ സമയ പാത്ര വേഷഭൂഷയൊക്കെ വേണം. അറിയാലോ, പടുക്കഥ എഴുതുമ്പോൾ സ്ഥാൻ വേണം, സമയം വേണം, പാത്ര വേണം, വേഷഭൂഷ വേണം, എന്താണ് അവർ ധരിച്ചിരിക്കുന്നത് എന്നുള്ളത്, അവർക്ക് എത്ര വയസ്സായി എന്നുള്ളത്, പിന്നെ സന്ദർഭം എന്താണ്, അത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം. അത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 1.5 മാർക്ക് കിട്ടുന്നതായിരിക്കും. സ്ഥാൻ, സമയ്, പാത്ര, കഥാപാത്രവും അവരുടെ വേഷവിധാനം എന്താണെന്ന് വെച്ചാൽ അത്, അവർക്ക് എത്ര വയസ്സായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തണം. പിന്നെ സന്ദർഭം ഏതാണെന്ന് എഴുതണം. അത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 മാർക്ക് ലഭിക്കും. ഓക്കെ. സ്ഥാൻ രൺവിജയ് കാ ഘർ. രൺവിജിയുടെ വീട്. സമയ് സബേരെ 10 ബജെ. സമയം രാവിലെ 10 മണി. കഥാപാത്രങ്ങൾ കലാം, ആയു 11 സാൽ. വയസ്സ് 11 വയസ്സാണ്. പുരാന കുർത്ത ഓർ ജാങ്കിയ പഹൻതാ ഹെ. അവനൊരു പഴയ ഷർട്ട്, പഴയൊരു കുർത്തയാണ് അവൻ ധരിച്ചിരിക്കുന്നത്. രൺവിജയ് ആയു 11 സാൽ. രൺവിജയ്ക്ക് അതുപോലെ തന്നെ 11 വയസ്സാണ്. കീമത്തി കപ്പടയാണ് അവൻ ധരിച്ചിരിക്കുന്നത്. വിലപിടിച്ച വസ്ത്രമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. ഇനി സന്ദർഭം എന്താണെന്ന് നോക്കാം. കലാം
रणविजय के कमरे की सुविधाएं देखकर हैरान हो जाता है दोनों बातें कर रहे हैं കലാം രൺവിജയ്ക്ക് കമരയ്ക്ക് സുവിധായം കലാം രൺവിജയിന്റെ റൂമിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നു എന്നിട്ട് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു അതാണ് സന്ദർഭം നമ്മളൊരു സിനിമ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്തുള്ള ആ സന്ദർഭം അതായത് അവിടെ നടക്കുന്ന അവർ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ സംഭവം ഉണ്ടല്ലോ സന്ദർഭം ഉണ്ടല്ലോ അത് തന്നെയാണ് സിനിമയും നാടകവും ഒക്കെ അതിനൊക്കെ നമ്മൾ എഴുതുന്ന സന്ദർഭം തന്നെ അതുപോലെ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക അതായത് കലാം രൺവിജിയുടെ റൂമിലെത്തുന്നു രൺവിജിയുടെ റൂമിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ വീട് പോലും ഇല്ലാത്ത കലാമിന് അത് അത്ഭുതമാവാണ് കാണുമ്പോൾ നമ്മുടെ രൺവിജയ്ക്ക് സ്വന്തമായിട്ടൊരു റൂം ആ റൂമിൽ അവന് സുഖ സൗകര്യങ്ങൾ വളരെയധികം സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റൂം എല്ലാ രൺവിജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവന്റെ റൂമിൽ തന്നെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് നമ്മുടെ കലാം അത്ഭുതപ്പെട്ട് നിൽക്കുന്നു എന്നിട്ട് രണ്ടുപേരും സംസാരിക്കുന്നു ഇനി നമുക്ക് അതിന്റെ ബാച്ചിത്താണ് ആ ബാച്ചിത്ത് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളതാണ് മുകളിൽ അത് അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി ഓക്കെ കലാം आश्चर्य से कलाम ആശ്ചര്യത്തോടെ ഇത്രയും സാരി കിതാബേं കായെ की है ഇത്രയും പുസ്തകങ്ങൾ ആരുടേതാണ് रणविजय आपको अंग्रेजी नहीं आती क्या നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ കലാം तेरे को पेड़ पर चढ़ना आता है എനിക്ക് മരത്തിൽ കയറാനാണ് അറിയുന്നത് रणविजय हमें घोड़े पर चढ़ना आता है आपको घुड़सवारी आती है रणविजय പറയാണ് എനിക്ക് घोड़े पर चढ़ना आता है കുതിരപ്പുറത്ത് കയറാൻ അറിയാം ആപ്കോ ഗുഡ്സവാരി ആത്തി ഹെ നിനക്ക് ഗുഡ്സവാരി അറിയുമോ എന്ന് ചോദിക്കുകയാണ് കലാം ഗർവ് സെ മേരെയൊക്കെ ഊണ്ട് പർ ചടന ആത്താ ഹെ എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം മേരെയൊക്കെ ഊണ്ട് പർ ചടന ആത്താ ഹെ തേരേക്കോ ക്യാ ഊണ്ട് കി ദവാ കർണ ആത്തി ഹെ നിനക്ക് ഒട്ടകത്തിന് മരുന്നുണ്ടാക്കാൻ അത് ഒട്ടകത്തിനെ ചികിത്സിക്കാൻ അറിയുമോ എന്നാണ് ചോദിക്കുന്നത് रणविजय क्या हम दोस्त बने നമുക്ക് രണ്ടുപേർക്കും ദോസ്തായിക്കൂടെ കലാം ഖുഷി സെ ഹാപ്പി ആയിട്ട് കലാം പറയാണ് ജരൂർ തീർച്ചയായും ദോനോ മിത്ര ഖേൽത്തെ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് കളിക്കുന്നു അതാണ് ദൃശ്യ സമാപ്ത് അത്ര എഴുതാം ഓക്കെ ഇത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം ദൃശ്യ സമാപ്ത് എന്ന് എഴുതാം അങ്ങനെയാണ് ഒരു പടുക്കഥ തയ്യാറാക്കേണ്ടത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വാർത്താലാപാണ് ഹമേശ സൗദാദ ഗേൽഗണ്ടി കെ ഗാനയ്ക്ക് അദലാ ബദലിക്ക ഹമാര സൗദ അവരുടെ കച്ചവടം എന്തായിരുന്നു ഭക്ഷണം കൈമാറി കഴിക്കുക രണ്ടുപേർക്കും പരസ്പരം അവർ തമ്മിൽ ഒരാൾ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് മറ്റേയാൾക്ക് ഇഷ്ടമുള്ളത് അല്ലെ रणविजय കൊണ്ടുവരുന്നത് മിഹിർ കൊണ്ടുവരുന്നത് മോർപാലിനും മോർപാൽ കൊണ്ടുവരുന്നത് മിഹിറിനുമാണ് ഇഷ്ടമുള്ളത് അപ്പൊ അവർ രണ്ടുപേരും ഭക്ഷണം കൈമാറി കഴിക്കും ഗേൽഗണ്ടി കെ സമയ മിഹിർ ഓർ മോർപാൽ കെ ബീച്ച് കാ സംഭാവിത വാർത്താലാപ് ലിഖേ ഗേൽഗണ്ടിയുടെ സമയത്ത് മിഹിറും മോർപാലിനും അവർ തമ്മിൽ സംസാരിക്കുന്നു അവരുടെ സംസാരം നിങ്ങളോട് എന്താ പറയാ സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മിഹിർ ഗണ്ടി ബജ് ഗയി ക്യാ ഹം ഗാന ഗായേം ബെല്ലടിച്ചു എന്താ നീ നമുക്ക് ഭക്ഷണം കഴിക്കാം ആ ദോസ്ത് മുജേ ഭി ഭൂക്ക് ലഗ്തി ഹാ ദോസ്ത് എനിക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആജ് തും ക്യാ ലായേ ഹോ ഇന്ന് നീ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് മേരേ പാസ് സിർഫ് ചാച്ച് ഹേ എൻ്റെ അടുത്ത് ചാച്ചാണുള്ളത് ചാച്ച് മേരേ പാസ് രാജ്മാ ചാവൽ ഹേ ചാച്ചാണോ എൻ്റെ കയ്യിൽ രാജ്മാ ചാവലാണ് രാജ്മാ ചാവൽ ദിഖാവോ മുझे मैं पहली बार देख रहा हूं നോക്കട്ടെ ഞാൻ അത് ആദ്യമായിട്ട് കാണുകയാണ് പഹലി ബാർ ആദ്യമായിട്ടാണോ ഹമാരേ ഘർ മേ യഹ് റോസ് ഹോത്താ ഹൈ ഞങ്ങളുടെ വീട്ടിൽ ഇത് നിത്യവും ഉണ്ടായിരിക്കും ചാച്ച് ആർ മോട്ടാ ചാവൽ ബി ഹമാരെ ലിയെ ബഡാ ഗാന ഹൈ ചാച്ചും അതുപോലെ തന്നെ മോട്ടാ ചാവലുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭക്ഷണം എന്ന് മോർപാൽ പറയാണ് ആജ് തും യഹ് രാജ്മാ ചാവൽ ഗാവോ മേ മുझे മുझे ചാച്ച് ദോ ഇന്ന് നീ എന്ത് ചെയ്യൂ ഈ രാജ്മാ ചാവൽ കഴിച്ചോളൂ
മുജേ ചാച്ചു തോ, എനിക്ക് ചാച്ചു തന്നോളൂ എന്ന് പറയാണ്. എനിക്ക് ചാച്ചു തരൂ, എന്നിട്ട് നീ എന്റെ രാജ്മാ ചാവൽ കഴിച്ചോളൂ എന്ന് മിഹിർ മോർപാലിനോട് പറയുന്നു. മോർപാൽ, ചാച്ച് ക്യാ തുമേ ചാച്ച് പസന്ത് ഹേ, നിനക്ക് ചാച്ച് ഇഷ്ടമാണോ? ഹാ ചാച്ച് മേരി കംസോരി ഹേ, ചാച്ച് എന്റെ ബലഹീനതയാണ്. തോ ഹം അദലാ ബദലി കരേം, എങ്കിൽ നമുക്ക് കൈമാറാം, നമ്മുടെ ടിഫിൻ എന്ത് ചെയ്യാം, ടിഫിൻ ബോക്സ് നമുക്ക് കൈമാറാം എന്ന് പറയാണ്. ടീക്ക്, ശരി, മിഹിർ പറയുന്നു. ശരി, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കൈമാറി കഴിക്കാം എന്നവര് പറയാണ്. അപ്പൊ ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന വാർത്താലാപ്. ഇനി അടുത്തത്, चोरी का आरोप लगाने पर छोटू चाय की दड़ी छोड़कर भाग आता है. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണിത്. അതായത് കള്ളനെന്ന ആരോപണം ആർക്കാണ് ഉണ്ടായത്? ചോട്ടൂയ കലാമിന് അല്ലേ? കള്ളനെന്ന് അവനെ ആരോപിച്ചു. തെറ്റായിട്ടുള്ളൊരു ആരോപണമായിരുന്നു അത്. അവനത് വളരെയധികം വിഷമം ഉണ്ടാക്കി. അവൻ ചായക്കടയിൽ നിന്നും ആരോടും പറയാതെ ഓടിപ്പോയി അല്ലേ? അടുത്ത ദിവസം ആ വാർത്ത പത്രത്തിൽ വരുന്നു, ന്യൂസായിട്ട്. ന്യൂസ് റിപ്പോർട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് ആ ന്യൂസ് എഴുതേണ്ടതെന്ന്, റെബർട്ട് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ചോരിക്ക ആരോപ് ബാലക് ലാപത്ത, കള്ളനെന്ന ആരോപണം, ബാലനെ കാണാനില്ല. ജയ്സൽമേർ, चोरी के आरोप से दुखी बालक छोटू कल से जैसलमेर से लापता हो गया है. കള്ളനെന്ന ആരോപണം കാരണം ദുഃഖിതനായ ബാലൻ ചോട്ടു ഇന്നലെ മുതൽ ജയ്സൽമേറിൽ നിന്നും കാണാതെയായിരിക്കുന്നു. ലാപത്ത. ചോട്ടു കുച്ച് മഹീനോं से बाटी सा की चाय की दुकान में काम कर रहा था. ചോട്ടു കുറച്ച് മാസങ്ങളായിട്ട് ബാട്ടീസായുടെ ചായക്കടയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. इसके बीच ടാണി കെ റാണ കെ ബേട്ടെ സേ ദോസ്തി ഹോ ഗയി തി. ഇതിനിടയ്ക്കാണ് ടാണിയിലെ റാണയുടെ മകനുമായിട്ട് അവൻ ഫ്രണ്ട്ഷിപ്പിലാകുന്നത്. उसने ചോട്ടു കോ ബഹുത് സാരി ചീസേ ബേൺഡ് സ്വരൂപ് ദി തി. അവൻ ചോട്ടുവിന് വളരെയധികം സാധനങ്ങൾ സമ്മാന രൂപേണ നൽകിയിട്ടുണ്ടായിരുന്നു. യേ ദേഖ്കർ ടാണ കെ ആദ്മി ഗലത്തി സേ ഉസേ ചോർ സമച്ചാത. ഇതെല്ലാം കണ്ടിട്ട് ടാണയുടെ ജോലിക്കാര് അവനെ കള്ളനാണെന്ന് പറഞ്ഞു. തെറ്റായിട്ട്, അവൻ കള്ളനല്ല, പക്ഷെ അവനെ തെറ്റായിട്ട് കള്ളനെന്ന് ആരോപിച്ചു. रणविजय से असलियत जानने पर राणा और उसके आदमी ചോട്ടു की गोद में है. റൺവിജയിൽ നിന്നും സത്യം മനസ്സിലാക്കിയ റാണയും അദ്ദേഹത്തിന്റെ ജോലിക്കാരും ചോട്ടുവിന്റെ അന്വേഷണത്തിലാണ്. അത്രയാണ് ഈ രേപ്പട്ട്. മനസ്സിലായോ? അതൊന്ന് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡയറിയും അതുപോലെ തന്നെ ഒരു പോസ്റ്ററും കൂടെ തയ്യാറാക്കാനുണ്ട്. വളരെ കൂടുതൽ സമയമാവും ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ. ഇതും കൂടി ഇനി നമുക്ക് നോക്കാനുള്ളൂ. പെട്ടെന്ന് നോക്കാം. मोरपाल ने मिहिर के टिफिन बॉक्स में रखे राजमा को गाने से पहले कभी राजमा देखा भी नहीं था. अपनी खुशी वह डायरी में लिखता है. मोरपाल की संभावित डायरी लिखिए. आज मैं बहुत खुश हूँ. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. പഹലി ബാർ ആജ് മേനെ രാജ്മാ ചാവൽ ഖായ. ഇന്ന് ആദ്യമായിട്ട് ഞാൻ രാജ്മാ ചാവൽ കഴിച്ചു. വഹ് ഭി മേരെ ദോസ്ത് കി വജഹ് സെ. അതും എൻ്റെ ഫ്രണ്ട്സ് കാരണം. കിത്തനാ സ്വാദിഷ്ടത, എത്ര സ്വാദുള്ളതായിരുന്നു അത്. അബ് ഭി മൂഹ് സെ പാനി ആ രഹി ഹെ. ഇപ്പോഴും നാവിൽ നിന്നും വെള്ളം വരുന്നു ആലോചിക്കുമ്പോൾ തന്നെ. ഹേ ഭഗവാൻ, ഇത്തനാ അച്ഛാ ഭോജൻ ജീവൻ മേ പഹലി ബാർ ഖാ രഹാ ഹൂം. ഹേ ഭഗവാൻ, ഇത്രയും നല്ല ഭക്ഷണം ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്.
ഇത്തനെ ബഡേ ഗർക്ക ലടുക്ക, ഇത്രയും വലിയ വീട്ടിലെ കുട്ടി. കഹ്താ ഹെ, പറയുകയാണ്, മേരാ ചാച്ച് ഉസ്കി കംസോരി ഹെ, എന്റെ ചാച്ച്, ഞാൻ കൊണ്ടുവരുന്ന ആ ചാച്ച് അവന്റെ കംസോരിയാണ് എന്നവൻ പറയുന്നു. ഗാനേക്ക് അദലാ ബദ്ലി കിത്തനി മസേദാർ ഹെ, ഞങ്ങളുടെ ഭക്ഷണം കൈമാറിയത് എത്ര രസമായിരുന്നു. മിഹിർ തൂ മേരാ കിത്തന അച്ഛാ ദോസ്ത് ഹെ, മിഹിർ നീ എന്റെ എത്രമാത്രം നല്ലൊരു ദോസ്താണ്. ഹമാരി ദോസ്തി കബി ന മിട് ജായേ, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും അവസാനിക്കരുത്. മേരി പ്രാർത്ഥന ഹെ, ഇതാണ് എന്റെ പ്രാർത്ഥന. അതായത് മോർപാൽ മിഹിറിന്റെ കയ്യിൽ നിന്നും രാജ്മാ ചാവൽ കഴിച്ചതിന് ശേഷം ആ ദിവസം എഴുതുന്ന ഡയറിയാണ്. ഓക്കെ, മനസ്സിലായില്ലേ?